ADGP MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാട് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് അവസാന നിമിഷം മയപ്പെടുത്തി എന്ന് സൂചന. സർക്കാരിന് സമർപ്പിക്കും മുമ്പ് അന്വേഷണ റിപ്പോർട്ടിൽ ചില മാറ്റങ്ങൾ വരുത്തിയെന്നും സൂചനയുണ്ട്. കണ്ടെത്തലുകൾ വിശദീകരിക്കാൻ DGP ഇന്ന് മുഖ്യമന്ത്രി കാണും. ഷെവീദ് റാവുത്തർ വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷെവീദ്, വിശദാംശങ്ങൾ. SKN മിനിഞ്ഞാന്ന് വൈകിട്ട് ഈ ADGP MR അജിത് കുമാറിനെതിരെയുള്ള റിപ്പോർട്ട് DGP കൈമാറും എന്നുള്ളതായിരുന്നു ആദ്യ വിവരം. എന്നാൽ ഇന്നലെ വീണ്ടും അക്കാര്യത്തിലൊരു സിറ്റിംഗ് നടത്തിയ ഡ്രാഫ്റ്റിലൊരു വർക്ക് നടത്തി എന്നുള്ള വിവരം ഇന്നലെ തന്നെ നമ്മൾ സ്ഥിരീകരിച്ചതാണ്. കാരണം പോലീസ് ആസ്ഥാനത്ത് ഒരു യോഗമൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ഏതായാലും അവസാന നിമിഷം DGP ആദ്യം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നുവെന്നും അവസാന നിമിഷം DGP അക്കാര്യത്തിൽ മയപ്പെട്ടു എന്നുള്ള സൂചനകളും വിവരങ്ങളുമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അധികാര സ്ഥാനത്തില്ലാത്ത രാഷ്ട്രീയ നേതാക്കളുമായി ക്രമസമാധാന ചുമതലയുള്ള ADGP രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയത് അഖിലേന്ത്യാ സിവിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന അങ്ങനെയുള്ള വിവരങ്ങളും കണ്ടെത്തലുകളും, അതേപോലെ തന്നെ ഔദ്യോഗിക വാഹനമടക്കം ഉപേക്ഷിച്ച് രഹസ്യമായി സന്ദർശിച്ച നടപടിയിൽ ചട്ടലംഘനം ഉണ്ടായിരുന്നു എന്നുള്ള സൂചന. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാനുവൽ അനുസരിച്ച് ജനങ്ങൾക്ക് മുന്നിൽ സർക്കാരിന് പേരുദോഷമുണ്ടാക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടിയെടുക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ മാറ്റി അപ്പോൾ സ്ഥാനചലനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കാനുള്ള നീക്കം അതൊരു ഇടപെടലായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രിയെ കാണാനുള്ള നീക്കം DGP നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട DGP റിപ്പോർട്ടിലെ വിവരങ്ങൾ ധരിപ്പിക്കുമെന്ന് വൈകിട്ട് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഡൽഹിയിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് മുഖ്യമന്ത്രിയെ കണ്ട ഇക്കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാനുള്ള നീക്കം അദ്ദേഹം ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയോട് സമയം തേടിയിരുന്നു. അതിനു മുൻപ് ഡൽഹിയിലേക്ക് പോകും മുൻപ് ഈ വിവരങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. നിലവിൽ ഇപ്പോൾ കൊടുത്ത റിപ്പോർട്ടിലെ വിവരങ്ങൾ ധരിപ്പിക്കും. ഇന്ന് വൈകിട്ടോടുകൂടി ഒരു നടപടി ഉണ്ടാകും. അത് സ്ഥാനചലനമോ മറ്റുള്ള സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന മറ്റു സ്ഥാനങ്ങളിൽ നിന്നുള്ള മാറ്റമോ ആയിരിക്കും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. SKN.